വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരുപാട് പേര് നമ്മളോട് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോയും കൂടെയാണ്. നമ്മുടെ സ്കാർഫ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ജിൽബാബ് വളരെ പോപ്പുലറായിട്ട് ഇപ്പോൾ ഒരുപാട് പേര് അത് ഓർഡർ ചെയ്യുന്നുണ്ട്. ഉംറയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ ഹജ്ജിൻ്റെ സമയത്തൊക്കെ നമുക്ക് നല്ല എൻക്വയറീസ് ഉണ്ടായിരുന്ന ഒരു ജിൽബാബായിരുന്നു സ്കാർഫ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ജിൽബാബ്. ഇന്ന് അതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജിൽബാബ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, വാങ്ങാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സ്ക്രീനിൽ നമ്പറിലോട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ കമൻറ്റിലൂടെ ഒരുപാട് പേര് നമ്മുടെ നമ്പറോട് പൗച്ച് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ജിൽബാബിൻ്റെ എത്ര മീറ്ററാണ് നമ്മൾ എടുക്കുന്നത്, അതുപോലെ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കേട്ടോ. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ വീണ്ടും ഞാൻ പറയുകയാണ്, വാങ്ങിക്കുക. പിന്നെ ഒരുപാട് പേർക്ക് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഒന്നും അറിയാത്തവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് എത്ര വിഡ്ത്താണ് വരുന്നത്, പിന്നെ ഇത് എങ്ങനെയാണ് സിപ്പ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന സ്കാർഫാണ്, അപ്പോൾ ഏത് രീതിയിലാണ് നമ്മളിത് വെയർ ചെയ്യുക, ഇതൊക്കെ പല ആളുകൾക്കും പല ഡൗട്ടുകളും ഉണ്ട്. അപ്പം ഇൻവിസിബിൾ സിപ്പാണ് നമ്മൾ ഈ ഒരു ജിൽബാബിൽ അറ്റാച്ച്ഡ് ആക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 16 ഇഞ്ചിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാ അബായാസൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ്. എക്സ്ട്രാ നമ്മൾ ഒരു 1.5 മീറ്റർ ലെങ്ത്തും അതുപോലെ തന്നെ 27 ഇഞ്ച് വിഡ്ത്തുമാണ് നമ്മൾ ഈ ഒരു ഷോളിന് എടുക്കുന്നത്. പിന്നെ കൂടുതൽ ലെങ്ത്ത് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിലേറെ ലെങ്ത്ത് എടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ടോട്ടൽ നമുക്ക് മെറ്റീരിയൽ ചിലവ് വരുന്നത് 5 മീറ്ററാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഷോൾ ഒന്നും കൂടെ ലെങ്ത്ത് വേണം. ഇപ്പം സാധാരണ ഒരു ചുറ്റ് ഷോൾ എന്നൊക്കെ പറയുമ്പോൾ 1.5 മീറ്ററാണ് ഏകദേശം ഉണ്ടാവുക. ഒരു നോർമൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 1.5 മീറ്റർ ആയിരിക്കും. അപ്പോൾ അതിനേക്കാട്ടിൽ കൂടുതൽ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 1.5 മീറ്റർ എന്നുള്ളത് ഒരു 1.25 മീറ്റർ, അതല്ലെങ്കിൽ 2 മീറ്റർ, ആ ഒരു രീതിയിൽ നിങ്ങൾ വാങ്ങിക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് ടോട്ടൽ മെറ്റീരിയലിൻ്റെ ചിലവ് എന്ന് പറയുന്നത് 5.5 അതല്ലെങ്കിൽ 6 ആ ഒരു ലെങ്ത്തിൽ നിങ്ങൾക്ക് 5.5 എടുത്താൽ തന്നെ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് 2 മീറ്ററൊക്കെ ഷോളിൻ്റെ ലെങ്ത്ത് 5.5 എടുത്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് 1.5 മീറ്ററിൽ തന്നെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത്. കാരണം എന്താ വെച്ചാൽ അത് തന്നെ നമുക്ക് ഇടുമ്പോഴും ഒക്കെ അത്യാവശ്യം ഉണ്ടാവും. പിന്നെ ഇത് നമ്മളൊരു പ്രയർ ഡ്രസ് എന്നുള്ള രീതിയിലാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ലെങ്ത് ഒന്നും ആവശ്യമില്ല. അതല്ലാതെ നമ്മൾ ഉംറയ്ക്കൊക്കെ പോവുക, അതല്ലെങ്കിൽ ഹജ്ജിൻ്റെയൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്നും കൂടെ ലെങ്ത്ത് കൂട്ടിയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ലെങ്ത്തൊക്കെ എടുത്തിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ലേസ് ഞാൻ സ്ലീവിൻ്റെ ഭാഗത്തും ഞാൻ ലേസ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ജിൽബാബ് എന്ന് പറയുന്നത് ഇടാനും നല്ല സുഖമാണ്. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ അലക്കി കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ക്രേപ്പാണ് വരുന്നത്, അമേരിക്കൻ ക്രേപ്പാണ്, നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്താണ്. അപ്പോൾ ജിൽബാബിൻ്റെ ലെങ്ത്തും വിഡ്ത്തും അതേപോലെ തന്നെ സ്ലീവിൻ്റെ എല്ലാം ഞാനൊരു സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെയും കട്ടിങ്ങിൻ്റെയും വീഡിയോസൊക്കെ ഞാൻ ഇൻഷാ അല്ലാ ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വയനാട്ടിലോട്ടുള്ള ഓർഡേഴ്സൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. വയനാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഉരുൾപൊട്ടലും ഒക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും വീട്ടിൽ നല്ല സെക്യൂർഡായിട്ട് തന്നെ നിൽക്കുക. അപ്പോൾ എന്താ പറയുക, നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എല്ലാവരും. അതുപോലെ തന്നെ മഴയുടെ ശക്തി കുറയുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ പ്രാർത്ഥിക്കുക കേട്ടോ. പിന്നെ നമുക്ക് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ വയനാട്ടിലോട്ടുള്ള ഷിപ്പിംഗ് ഇപ്പോൾ ഇല്ല. കാരണം എന്താ വെച്ചാൽ അവിടെ ഇപ്പോൾ ഷിപ്പൊന്നും അലോഡ് ആക്കുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ 1-2 കുട്ടികളൊക്കെ നമ്മളോട് ചോദിച്ച സമയത്ത് നമുക്ക് അവിടുത്തെ വിവരം എന്താണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇവിടുന്ന് ചിലപ്പോൾ ഷിപ്പ് കയറുമായിരിക്കും. പക്ഷേ അവിടെ ലൊക്കേഷൻ
ലൊക്കേഷനിൽ അത് എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്കറിയില്ല. അത് അവിടെയുള്ള ആളുകൾക്കേ അറിയുള്ളൂ. അപ്പം ഇപ്പോൾ ഒരുപാട് പേരും വയനാട്ടിലുള്ളവർക്ക് തന്നെ അവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ല, കാരണം എന്താണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഷിപ്പൊക്കെ വയനാട്ടിലോട്ടുള്ളതൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ജിൽബാബ് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മാത്രം മതി. പിന്നെ മെറ്റീരിയൽ ഇപ്പം സെയിലാക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. സംഭവത്തിൽ മെറ്റീരിയൽ തീർന്നിട്ടുണ്ട്. നമ്മളെടുത്ത് പെട്ടെന്ന് തന്നെ മെറ്റീരിയൽ വന്നു കഴിഞ്ഞാൽ നമുക്കും ആവശ്യമുണ്ട്, അതുപോലെ തന്നെ പുറത്ത് പെട്ടെന്ന് ആവശ്യമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തീർന്നു പോകും. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തീരുന്ന വരെ ഉണ്ടാവുള്ളൂ സെയിലിങ് എന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേര് നമ്മളടുത്ത് നിന്ന് ചോദിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു പൗച്ച് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോസും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വീഡിയോസ് നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ പൗച്ച് മാത്രമല്ല കേട്ടോ, അതിൻ്റെ കൂടെ നമ്മളൊരു റിബണും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിനൊന്നും എക്സ്ട്രാ ക്യാഷൊന്നും നമ്മൾ വാങ്ങിക്കുന്നില്ല. ആ ഒരു നമ്മൾ ജിൽബാബിനിട്ട ആ ഒരു റേറ്റിൽ തന്നെയാണ് ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വരുന്നത് ഇതിൻ്റെ തന്നെ വേറൊരു കളറും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബ്ലാക്കിൽ ഇതിപ്പോൾ ഒരു വൈറ്റും ബ്ലൂവും ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ബ്ലാക്കിൽ ഒരു പിങ്ക് കളർ പോലെ, ഒരു പിങ്ക് അല്ല എന്നാൽ പിന്നെ ഒരു ഓറഞ്ച് കളറും അല്ല എന്ന് പറയുന്ന രീതിയിലുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ വരുന്നത്. പക്ഷെ നല്ല അടിപൊളി കളറാണ്. നമ്മൾ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഈ ഒരു കളർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഈ രണ്ട് ജിൽബാബും ഒരൊറ്റ കസ്റ്റമർക്കാണുള്ളത്. അവർ നമ്മളോട് ചെയ്യാൻ പറഞ്ഞ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതും അതേപോലെ തന്നെയാണ്, സെയിം അളവ് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സ്റ്റിച്ച് ചെയ്യാനൊക്കെ സെയിം അളവാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ ഇൻവെസിബിൾ സിബ്ബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചെറിയ ഒരു സിബ്ബാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഒരു 10 ഇഞ്ചിൻ്റെ സിബ്ബാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ വലിയ സിബ്ബാണ് ഈ ഒരു ജിൽബാബിന് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത് നമ്മളടുത്ത് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാനും പറ്റാത്ത അവസ്ഥയായതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, വലിയ സിബ്ബൊക്കെ എടുത്തിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 16 ഇഞ്ചിലുള്ള അല്ലെങ്കിൽ ഒരു 15 ഇഞ്ചിലൊക്കെ വരുന്ന നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഇൻവെസിബിൾ സിബ്ബൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ജിൽബാബിന് ശരിക്ക് സിബ്ബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ സ്ലീവ് എലാസ്റ്റിക്കൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഭാഗത്തും ലേസ് വെക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഈ ഒരു മോഡൽ നമ്മൾ ഒരുപാട് വട്ടം ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അതേപോലെ തന്നെ ലേസ് ഇല്ലാതെയും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രിൻറ്റിലല്ലാത്ത മെറ്റീരിയൽ, പ്ലെയിൻ മെറ്റീരിയലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾ വിളിക്കരുത് കേട്ടോ, കാരണം മെസ്സേജ് അയച്ചാൽ തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് എല്ലാ ആളുകൾക്കും. അതുപോലെ തന്നെ കമൻറ്റിലൂടെ ചോദിച്ചാലും ഞാൻ എല്ലാ ആളുകൾക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പം നമ്മളുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങളിലായിരിക്കും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് റിപ്ലൈ തരാൻ പറ്റിയ സാഹചര്യമായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം മെസ്സേജ് അയയ്ക്കുക. ഒരു ഹായ് അയച്ചാൽ തന്നെ ഞാൻ തിരിച്ച് അങ്ങോട്ടേക്ക് റിപ്ലൈ കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിളിക്കണമെന്നില്ല. അപ്പോൾ വിളിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരുപാട് പേരിങ്ങനെ വിളിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. കാരണം മെസ്സേജ് അയച്ചാൽ തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഈ വീഡിയോ കണ്ടിട്ട് ഇനി ആരും വിളിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. അതുപോലെ സ്റ്റിച്ചിങ്ങിൻ്റെ ഡൗട്ട് ചോദിക്കുന്ന ആളുകൾക്കും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ ഒരുപാട് കുട്ടികൾ. അവർക്കൊക്കെ നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വീഡിയോ ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ വീഡിയോ എന്തായാലും ചെയ്യും. പൗച്ചിൻ്റെ വീഡിയോ ആണ് നമുക്കിപ്പം കൂടുതലായിട്ടും എൻക്വയറീസ് വരുന്നത്. പൗച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം അതും ഞാൻ ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ ചെയ്യും.
ഈ ഒരു ജിൽബാബിൻ്റെ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒരുപാട് പേർക്ക് ഇതെങ്ങനെയാണ്, എത്ര മീറ്ററാണ്, ഇത് ഏത് രീതിയിലാണ്, ഇത് ഇപ്പോൾ നമ്മളോട് ഓർഡർ ചെയ്യാൻ വരുന്ന കുട്ടികൾക്കാണ് ഈ ഒരു കൂടുതലായിട്ടും ഡൗട്ട്സ് ഉള്ളത്. ഇതെത്രയാണ്, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക, വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇനി നമുക്ക് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ഒക്കെ എടുത്ത് ചെയ്ത് കൊടുക്കാറാണ്. അപ്പോൾ ഇനി അങ്ങനെ നമ്മളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്ര വിഡ്ത്തിലാണ്, എത്ര ലെങ്ത്തിലാണ്, എങ്ങനെയാണ് സ്ലീവ് വരുന്നത്, അറ്റാച്ച്ഡ് സിപ്പാണ്, ഇതെല്ലാം അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് തന്നെ. അപ്പം ഈ ഒരു ഇതിലും നമ്മൾ ഷോളിൻ്റെ ഭാഗത്തും ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ലേസ് അല്ല, വേറെ ലേസിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇതിനൊന്നും നമ്മൾ എക്സ്ട്രാ ക്യാഷോ ഒന്നും ചോദിക്കുന്നില്ല. ഒരൊറ്റ എമൗണ്ടിൽ തന്നെ നമ്മൾ പൗച്ചും അതുപോലെ ഹെയർ ബണ്ണും ലേസും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിലും തന്നെ നമ്മൾ പൗച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ പൗച്ചും ഞാനൊന്ന് കാണിക്കാം. അതേപോലെ തന്നെ ഇത് സിബിൽ വരുന്ന പൗച്ചും ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ വലിച്ച് കെട്ടുന്ന രീതിയിലുള്ള പൗച്ചും ചെയ്ത് കൊടുക്കാറുണ്ട്. 2 രീതിയിൽ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം ഇത് വലിച്ച് കെട്ടുന്നതാണ്, അതാകുമ്പോൾ ഒന്നും കൂടെ യൂസിങ് ആണ്. സിബിൽ വെച്ച് ചെയ്യുന്നത് നമുക്ക് എളുപ്പം തന്നെയാണ്. പക്ഷെ നമ്മൾ സിബും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ലെങ്ത്തുള്ള സിബൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിബ് വെച്ച് കൊടുക്കുന്നതിൽ കാര്യമുള്ളൂ കേട്ടോ. അപ്പം നല്ല ലെങ്ത്തുള്ള സിബൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിബൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ ഒന്നും കൂടെ നീറ്റായിരിക്കും. ഇതും കുഴപ്പമില്ല, കെട്ടുന്നതാണെന്നേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മൾ ഈ കെട്ടുന്ന ഭാഗത്ത് നമ്മൾ ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് അത് ഫിനിഷ് ചെയ്യാറുള്ളത് കേട്ടോ. അതിൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ എന്നെ കാണുക. സാധാരണ നമ്മൾ ജിൽബാബ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഓർഡർ ചെയ്താൽ നാളെ തന്നെ നമ്മൾ ഡിസ്പാച്ച് ആക്കും. അതല്ലെങ്കിൽ ഇന്ന് ഈവനിങ് ആകുമ്പോഴേക്കാണ് ഡിസ്പാച്ച് ആക്കുന്ന രീതിയിലാണ് ചെയ്ത് കൊടുക്കാറുള്ളത്. ഈ ഒരു ജിൽബാബ് എന്ന് പറയുന്നത് നമ്മൾ ഓർഡർ വരുന്നതിനനുസരിച്ചാണ് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത്. നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്ത് 2-3 ദിവസത്തിനുള്ളിലേ നമ്മളിത് ഡിസ്പാച്ച് ആക്കത്തുള്ളൂ. അപ്പം നമ്മൾ ചെയ്ത് കൊടുക്കുന്ന പൗച്ചൊക്കെ വളരെ ചെറിയ പൗച്ചുകളാണ്. അപ്പം പല ആളുകളും പറയലുണ്ട്, ഈ ഒരു പൗച്ചിനകത്ത് ഇത്രയും വലിയൊരു ജിൽബാബ് കൊള്ളുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു പൗച്ച് എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ പറയുന്നത് തന്നെ, ഇപ്പോൾ ജിൽബാബ് നമ്മൾ പറയുന്നത് തന്നെ വളരെ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ജിൽബാബ് എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഇത്രയധികം ചെറിയൊരു പൗച്ചിനകത്ത് നമ്മൾ ഇത്രയും വലിയൊരു ജിൽബാബ് കൊള്ളിക്കുന്നത് എന്നുള്ളത് ഒന്ന് കണ്ടു നോക്കാം നമുക്ക്, അതെങ്ങനെയാണ് എന്നുള്ളത്. ഒരുപാട് പേര് എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, ഇത്രയും ചെറിയ പൗച്ചാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് പൗച്ച് ചെയ്യുന്നത്, അതിനകത്ത് സാധനം കൊള്ളാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടാണല്ലോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ നമുക്ക് കസ്റ്റമർക്ക് തോന്നണം. വലിയൊരു സഞ്ചിയൊക്കെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് കസ്റ്റമർ അത് എങ്ങനെയാണ് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ബാഗിനകത്ത് അതന്നെ കൊള്ളാൻ മാത്രം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പം എപ്പോഴും പൗച്ച് എന്ത് ചെയ്യുക, ചെറിയ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പം നമുക്ക് ഈ ഒരു ചെറിയ പൗച്ചിനകത്ത് നമ്മൾ കൊള്ളുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, മടക്കി വെക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ കൊള്ളുള്ളൂ. കുത്തി നിറച്ചാലൊന്നും അത് ശരിയാവില്ല. അതേപോലെ ജസ്റ്റ് ഒരു മടക്കിയിട്ടും കാര്യമല്ല. നമ്മൾ നല്ല നീറ്റായിട്ട് വൃത്തിക്ക് മടക്കിയെങ്കിൽ തന്നെ പൗച്ചിനകത്ത് കൊള്ളത്തുള്ളൂ. അപ്പം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും ഒക്കെ നമ്മളിപ്പോൾ കുടയൊക്കെ മടക്കി കുടയുടെ പൗച്ചിനകത്തൊക്കെ വെക്കുന്നത് എങ്ങനെയാണ്, നല്ല വൃത്തിയിൽ നീറ്റിനകത്താണല്ലോ മടക്കിയിട്ട് വെക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പൗച്ചിനകത്തും വളരെ നീറ്റായിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ വെക്കണം. അപ്പം ഞാൻ മടക്കുന്ന രീതിയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒരുപാട് പേർക്ക് മടക്കാനൊന്നും ശരിക്കും അറിയില്ല. കാരണം ഈ പൗച്ചിനകത്ത് കൊള്ളണമെങ്കിൽ നിങ്ങൾ തന്നെ വളരെ നീറ്റായിട്ടുള്ള രീതിയിൽ കൊള്ളുന്ന രീതിയിൽ മടക്കിയെങ്കിൽ തന്നെ അത് പൗച്ചിനകത്ത് കയറത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ മടക്കി വെക്കുന്ന രീതിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പം ഇത് ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. കാരണം ഇത്രയും ചെറിയ പൗച്ചിനകത്ത് ഈ ഒരു സാധനം കൊള്ളുമോ എന്നുള്ളതിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് കേട്ടോ.
അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു പൗച്ച് കുറച്ചും കൂടെ വിഡ്ത്ത് കുറച്ച് കൂടുതലുണ്ട്. ഒരു 12 ഇഞ്ച് വിഡ്ത്തൊക്കെ വരുന്നുണ്ട്. എന്നാൽ ലെങ്ത്ത് തീരെ ഇല്ല. ലെങ്ത്ത് ആകെ വരുന്നത് 10 ഇഞ്ച് ലെങ്ത്തേ വരുന്നുള്ളൂ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലെങ്ത്താണ് കേട്ടോ ഈ പറയുന്നത്. അപ്പോൾ അത്രേ വരുന്നുള്ളൂ. അപ്പോൾ അത്രയും വിഡ്ത്ത് കുറച്ച് കൂടുതലും അതേപോലെ ലെങ്ത്ത് വളരെ കുറവായിട്ടുള്ളൊരു പൗച്ചാണ് ഈ ഒരു പൗച്ച്. അപ്പോൾ അതിലോട്ട് ഇതേപോലെ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ വളരെ നീറ്റായിട്ട് മടക്കി ചുരുട്ടുന്ന രീതിയിലാണ് കേട്ടോ മടക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ മടക്കിയിട്ട് നമ്മൾ ഇതിനകത്ത് വെച്ച് കൊടുക്കുക. അതേപോലെ നമ്മൾ ഹെയർ ബണ്ണ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഹെയർ ബണ്ണും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ നല്ല വൃത്തിക്ക് അത് നിവരാതെ തന്നെ അവിടെ നിന്നോളും. എന്നിട്ട് നമ്മൾ പൗച്ചിനകത്ത് ഇട്ട് കൊടുത്താൽ പൗച്ചിൻ്റെ ഉള്ളിൽ കയറ്റി കഴിഞ്ഞാൽ ഇതിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. നല്ല വൃത്തിക്ക് തന്നെ നല്ല നീറ്റിൽ തന്നെ അത് നിൽക്കും കേട്ടോ. വളരെ സെക്യൂർഡായിട്ട് നിൽക്കും. അപ്പോൾ ഈ ഒരു പൗച്ച് എന്ന് പറയുന്നത് മറ്റേ പൗച്ചിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിഡ്ത്ത് കുറവും എന്നാൽ ആ ഒരു സെയിം ലെങ്ത്തിലുമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പൗച്ചിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഫ്രൈഡ് ഡ്രസ്സ് മടക്കി വെക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ പൗച്ചിൻ്റെ രീതിക്കനുസരിച്ച് നമ്മൾ മടക്കുന്ന രീതിയിലും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ 2 രീതിയിലും പൗച്ച് ചെയ്തത് ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എങ്ങനെ മടക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. ഇത് ഞാൻ മടക്കി വെക്കുന്ന രീതിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചൊക്കെ മടക്കി വെക്കാവുന്നതാണ്. ഇപ്പം എങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും ചെറിയ പൗച്ചിനകത്ത് എങ്ങനെ കൊള്ളുന്നു എന്നുള്ളത് പല ആളുകളും സംശയം ചോദിക്കുമ്പം ഞാനതൊരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഇനിയിപ്പം ചെയ്ത് കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഈ ഒരു പൗച്ചിനകത്ത് ഇത് വളരെ സിമ്പിളായിട്ട് കൊണ്ടിട്ടുണ്ട്. വളരെ നമുക്ക് ഹാൻഡ് ബാഗിലൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പൗച്ചാണ്. അപ്പോൾ ഇതിൻ്റെ എൻഡിൽ ഞാനിങ്ങനെ കുറച്ച് റോസാപ്പൂവാണ് കേട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് എൻ്റെ അടുത്ത് കുറച്ച് പൂക്കൾ ബാലൻസ് ഉണ്ടായപ്പോൾ ഞാനത് ചെയ്ത് കൊടുത്തതാണ്. അപ്പം ഷോളിൽ പിന്ന് കുത്തുന്ന ഭാഗത്ത് നമ്മൾ പ്രസ് ബട്ടനാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം വളരെ യൂസ്ഫുള്ളാണ്. ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ നമ്പറിലോട്ട്. പിന്നെ നമ്മളടുത്ത് ജിൽബാബിന് ഷിപ്പിംഗ് ചാർജ് ഇല്ല കേട്ടോ, ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.